റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജനസേവന ഫൗണ്ടേഷൻ കോർഡിനേറ്റർ അനൂപ് ആന്റണി നിർവഹിക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് 7-ന് കടപ്ര ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-ാം തീയതി ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3211-ന്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ കൃഷ്ണജി നായരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ സമർപ്പണം എന്ന് പറയുന്നത് 9S ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 9Sൽ നിന്നും നമുക്ക് നമ്മുടെ സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 9Sമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ്, സമാധാനം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ട ഒരു ഷെൽട്ടർ, അവർക്ക് വേണ്ട വീടും അവർക്ക് വേണ്ട ഒരു പ്രിവെൻഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് സമാധാനം. രണ്ടാമതായിട്ട് ശുചിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ശുചിത്വം, നമുക്ക് ഹൈജീനായിട്ടുള്ള വെള്ളം, കുടിവെള്ളം, അങ്ങനെയുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ശുചിത്വം എന്നുള്ള പ്രോജക്റ്റ്. പിന്നെ ഇതിനനുബന്ധമായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്ന അനൂപ് ആന്റണിയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ കാരണമാണ് നമ്മള് ജനറൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ചെയർമാൻ. അപ്പൊ നമുക്ക് റോട്ടറിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന, ഒരു സ്ഥലത്ത് ചെയ്യാൻ കഴിയുന്ന, നേരിട്ട് അതിന്റെ അംഗങ്ങളുടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ചെയർമാനായി സംഘടനയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ മാന്നാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള പല പ്രവർത്തനങ്ങളും പല സഹായങ്ങളും മറ്റു ആളുകൾക്ക് ചെയ്യാൻ ഈ ഫൗണ്ടേഷന്റെയും സഹായത്തോടെ ഈ ജനസേവന ഫൗണ്ടേഷനും മാന്നാർ റോട്ടറിയും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ ഞായറാഴ്ച തീരുമാനിച്ചത്. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഈ പല വിഷയങ്ങൾ അവതരിപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അർഹതയുള്ള ആളുകളെ കണ്ടെത്താൻ ഞങ്ങളെക്കാൾ കൂടുതൽ കഴിയുന്നത് നിങ്ങളെപ്പോലുള്ളവർക്കാണ്. സ്ഥലത്തിൽ പോവുക, അതാണ് ഞങ്ങളുടെ മോട്ടോ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അതിന് മുമ്പ് പ്രോജക്ടിന്റെ കാര്യങ്ങൾ ഇപ്പോൾ വിശദമായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അതിന് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കഴിവതും നല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണമെന്നും ഭംഗിയായിട്ട് ചെയ്യണമെന്നും ഞങ്ങൾ ആഗ്രഹമുണ്ട്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് നമ്മളുടെ മോട്ടോ. ഈ വർഷത്തെ ഈ മീഡിയ സെന്ററിന്റെ മീഡിയയിലുള്ള എല്ലാവരുടെയും സഹായ സഹകരണം പ്രത്യേകം പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളെല്ലാവരും ഈ ഞങ്ങൾ ഇൻസ്റ്റലേഷന്റെ നിങ്ങളുടെ ഭാഗമാക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജനസേവന ഫൗണ്ടേഷൻ കോർഡിനേറ്റർ അനൂപ് ആന്റണി നിർവഹിക്കും. പ്രസിഡന്റ് റോട്ടേറിയൻ സോണി അലക്സ് അധ്യക്ഷത വഹിക്കും. പുതിയ പ്രസിഡന്റായി എ അരുൺകുമാർ സ്ഥാനമേൽക്കും. സ്ഥാനാരോഹണ ചടങ്ങിൽ ഡിസ്ട്രിക്ട് പ്രോജക്ട് ചീഫ് ഫെസിലേറ്ററും സതേൺ റെയിൽവേ SRAയും തിരുവനന്തപുരം ഡിവിഷണൽ സെക്രട്ടറിയുമായ S ഗോപികൃഷ്ണ മുഖ്യാതിഥിയാകും. സമാധാനം, സ്വസ്തി, ശുചിത്വം, സ്നേഹം, ശിക്ഷണം, സമൃദ്ധി, സംരക്ഷണം, സുരക്ഷ, സർഗം എന്നീ 9 ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സമർപ്പണം പദ്ധതിയിൽ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് പുതിയ ഭാരവാഹികളായി സ്ഥാനമേൽക്കുന്ന പ്രസിഡന്റ് എ അരുൺകുമാർ, സെക്രട്ടറി രഞ്ജിത്ത് വി കുറുപ്പ്, ട്രഷറർ ജിജി ജേക്കബ് കോട്ടൂർ, വൈസ് പ്രസിഡന്റ് ഹാറൂൺ ഹോം സെന്റർ, ജോയിന്റ് സെക്രട്ടറി അനിൽ അമ്പാടിയിൽ, R രാജീവ് എന്നിവർ പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.